ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടി കൊഴിച്ചിൽ എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിൽ എന്നത് സാധാരണ മിക്കവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. ഒരു ദിവസം 50 മുടി അല്ലെങ്കിൽ 100 മുടിയൊക്കെ കൊഴിയുന്നത് സാധാരണമാണെന്നാണ് ഹെയർ എക്സ്പേർട്ട് പറയുന്നത്. എങ്കിലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇതൊക്കെ മുടി കൊഴിച്ചിലിനൊരു കാരണങ്ങളാണ്. അതേപോലെ തന്നെ പോഷകാഹാരക്കുറവ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ മുടി കൊഴിയാം. പിന്നെ സ്ട്രെസ്, മാനസിക സമ്മർദ്ദം കൂടുതലായിട്ടുള്ള അവസരങ്ങളിലും നമ്മുടെ മുടി നല്ല രീതിയിൽ കൊഴിയുന്ന അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമൊക്കെ ഒരു കാരണമാണ്. പിന്നെ താരൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുടി കൊഴിച്ചിലിന് ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം താരനാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വഴിയേ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് അടപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മുടെ മുടിക്ക് നൽകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് നിരവധിയാണ്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഉലുവയിൽ പ്രോട്ടീനും നിക്കോട്ടിനിക് ആസിഡും ഒക്കെയുണ്ട്. ഇത് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി വേരുകളെ ബലപ്പെടുത്താനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ അരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ അമിനോ ആസിഡുകളും വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. മുടിക്ക് നല്ല ഈർപ്പം നൽകാനായിട്ട് സഹായിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള മോയ്സ്ചറൈസറാണ് നമ്മുടെ കറ്റാർ വാഴ. അപ്പോൾ ഇത് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. മുടിയിഴകളെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. മുടിയുടെ തിളക്കം കൂട്ടാനും അതേപോലെ തന്നെ തലയോട്ടിയിലെ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ, താരൻ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനും നമ്മുടെ കറ്റാർ വാഴ നല്ലതാണ്. അപ്പോൾ ഒരു ചെറിയൊരു പീസ് കറ്റാർ വാഴ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് അതൊന്ന് വെന്ത് അതിൻ്റെ സത്തെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് വരത്തക്ക രീതിയിൽ നമുക്കൊരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇപ്പം നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി അതിൻ്റെ ആ ലീഫിൻ്റെ കളർ നോക്കിയാൽ അറിയാം നല്ല മാറ്റമുണ്ട് അല്ലേ. ആദ്യത്തിൽ നിന്ന് നല്ല കരിമ്പച്ചയിൽ നിന്ന് ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ നമ്മളിന്ന് തയ്യാറാക്കിയ ഹെയർ പാക്ക് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ തലയിൽ നല്ല രീതിയിൽ താരനുണ്ട്. ഈ താരനാണ് മുടി കൊഴിയാനുള്ള ഏറ്റവും പ്രധാന കാരണം. അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെയൊക്കെ മുഖത്തൊക്കെ നിറയെ കുരുക്കൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെയും ഒരു കാരണം താരൻ തന്നെയാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ താരനുള്ളതായിട്ടൊന്നും അറിയണമെന്നില്ല. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. നമുക്ക് ഹെയർ പാക്കുകളൊന്നും ഇടാൻ നേരമില്ലാത്തവർക്ക് പോലും യൂസ് ചെയ്യാവുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഹെയർ ഓയിൽ എന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഹെയറിൽ സ്പ്രേ ചെയ്യാം. സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് ആ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കൈവിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഇപ്പോൾ ഷാമ്പു ഉപയോഗിക്കുന്ന ദിവസമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഹെർബൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഓൾ.